നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് 2023 മെയ് PSC നടത്തിയ ബെവ്കോ LDയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കേൾക്കുക. ഒരുപാട് റിലേറ്റഡ് ഫാക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു, യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ഇതിൽ യോജിക്കാത്തത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അദ്ദേഹം അംഗമായിരുന്നു. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചത് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടായിരുന്നു. അല്ലെ, VT ഭട്ടതിരിപ്പാടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ശരിയായ ജോഡി കണ്ടെത്തുക. മൂഷക വംശകാവ്യം, തുഹ്ഫത്തുൽ മുജാഹിദീൻ, കേരള പഴമ, കേരള സിംഹം. ശരിയായ ജോഡി കണ്ടെത്തുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ. മൂഷക വംശകാവ്യം എഴുതിയത് ആരായിരുന്നു? അതുലലാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ടേർട്ട്. ശരിയായ ജോഡി 1 3. ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായ ഉത്തരം. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനായിരുന്നു. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് KM പണിക്കരായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INC-യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. നാലാമത്തെ ഓപ്ഷൻ: INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിൽ ആയിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 4 ആണ് യോജിക്കാത്ത പ്രസ്താവന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? WC ബാനർജി ആയിരുന്നു. അല്ലെ, അദ്ദേഹം സെക്രട്ടറി അല്ല, അദ്ദേഹം അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സെക്രട്ടറി AU ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഥമ സെക്രട്ടറി ആയിരുന്നത് AO ഹ്യൂം ആയിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ: 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. രണ്ടാമത്തെ ഓപ്ഷൻ: 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. മൂന്നാമത്തെ ഓപ്ഷൻ: 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസലലി, എസ്കേദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങൾ ആയിരുന്നു. നാലാമത്തെ ഓപ്ഷൻ: ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 2 4 ഇതായിരുന്നു ശരിയായ പ്രസ്താവന.
1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്. നിലവിൽ വന്നപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിലെ പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങൾ സർദാർ KM പണിക്കരും HN കുൾസ്രു ആയിരുന്നു അല്ലെ. സർദാർ KM പണിക്കരും HN കുൾസ്രു ആയിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായ പ്രസ്താവന. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. യോജിക്കാത്ത പ്രസ്താവന. ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 4 ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. മോണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ഇതായിരുന്നു ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 16 ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത്. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികമായിരുന്നു 2023 ആഘോഷിക്കപ്പെട്ടത്. 2023 തീം എല്ലാവർക്കും അന്തസ്സ്, സ്വാതന്ത്ര്യം, നീതി എന്നുള്ളതാണ്. 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കവും പുറംഗാമും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നായിരുന്നു ചോദ്യം. ഇതിലെ ആൻസർ ഓപ്ഷൻ എ 1, 4 അതാണ് ഇതിന്റെ ആൻസറായി വരുന്നത്. 1, 4. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. 7ാം ക്ലാസ്സില് SCERTയിൽ
ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SCERT ബേസ് ചെയ്ത് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗം നല്ലപോലെ പഠിക്കുക. പ്രീവിയസ് ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം 8. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മീസോസ്ഫിയർ ഓസോൺ പാളി. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ആണ് ശരി. ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ കാലാവസ്ഥ പ്രതിഭാസങ്ങളൊക്കെ കാണുന്നത്. അയണോസ്ഫിയറിൽ റേഡിയോ തരംഗങ്ങൾ കാണപ്പെടുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിലാണ് ഒറോറ കാഴ്ചകൾ കാണപ്പെടുന്നത്. തെർമോസ്ഫിയറിലാണ് അല്ലെ. തെർമോസ്ഫിയറിലാണ് ഒറോറ കാഴ്ചകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇതും ഒരു SCERT ഫാക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയ മടക്കുപർവ്വതം, വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം, ആരവല്ലി ഖണ്ഡപർവ്വതം, ബാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 4 ആണ് ശരിയായ ജോഡി. ഹിമാലയം മടക്ക് പർവ്വതമാണ്. ബാരൻ ദ്വീപുകള് അഗ്നിപർവ്വതം. ഖണ്ഡപർവ്വതം വിന്ധ്യാസത്പുര. വിന്ധ്യാസത്പുര ഖണ്ഡപർവ്വതമാണ് അല്ലെ. വിന്ധ്യാസത്പുര ഖണ്ഡപർവ്വതം. ആരവല്ലി അവശിഷ്ട പർവ്വതമാണ്. ആരവല്ലി അവശിഷ്ട പർവ്വതം. ശരിയായ ജോഡി ഓപ്ഷൻ ബി 1, 4. ഹിമാലയ മടക്കുപർവ്വതം, ബാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന നദി പെരിയാർ ആണ് അല്ലെ. പെരിയാർ. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. പോങ് ഡാം ചമ്പൽ, മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭഗീരഥി നദി, ജവഹർ സാഗർ ഡാം ബിയാസ്. പോങ് ഡാം എവിടെയാണ്? പോങ് ഡാം ഹിമാചൽ പ്രദേശ് ആണ് അല്ലെ. പോങ് ഡാം ഹിമാചൽ പ്രദേശ് ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ആണ് ശരിയായ ജോഡി. 2, 3. മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭഗീരഥി, ജവഹർ സാഗർ ഡാം. ജവഹർ സാഗർ ഡാം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ചമ്പൽ നദിയിലാണത്. ചമ്പൽ നദിയാണ് അല്ലെ. ചമ്പൽ നദി എന്നാണ്. ജവഹർ സാഗർ ഡാം മധ്യപ്രദേശ് ആണ്. ചമ്പൽ നദിയാണ് ജവഹർ ഡാമുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോ ശരിയായ ജോഡി മേട്ടൂർ ഡാം കാവേരി, തെഹിരി ഡാം ഭഗീരഥി നദി. ഓപ്ഷൻ ബി.
12ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായ ജോഡി. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം കുഡുലൂർ കാസർഗോഡാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലോട് തിരുവനന്തപുരം. ഫിഷറീസ് ഗവേഷണ കേന്ദ്രം വെള്ളാടിമുക്ക്. ഫിഷറീസ് ഗവേഷണ കേന്ദ്രം വെള്ളിമാടുകുന്ന് കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മാരിക്കുന്ന് കോഴിക്കോട് ആണ്. ഇതില് ശരിയായ ജോഡി 1, 2, 4 ശരിയായ ജോഡി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 13ാമത്തെ PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടികൾ ഒഴിവാക്കി. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ എ വരുന്നത് തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖല സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സിനെ 3 രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ എന്ന് 3 സെക്ടറിലായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചോദിച്ച എക്കണോമിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 15 ക്വസ്റ്റ്യൻസും നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.